പുതിയ സിലബസ് പ്രകാരമുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ എന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് എയിലെ ക്വസ്റ്റ്യനാണ് ആൻസർ. എനി 5 questions, each questions carrying 3 marks. 3 into 5 15 marks ആണ്. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഡ്രോ ഗ്രാഫിക്കൽ സിമ്പൽ ഓഫ് ദ ഫോളോയിങ്: ലാമ്പ്, സിംഗിൾ സ്വിച്ച്, 6 ആംപിയർ, 5 ആംപിയറിൻ്റെ സോക്കറ്റ്സ്. ബാക്കി നമുക്ക് ഓരോ ചോദ്യങ്ങൾ അതാത് സമയം നോക്കാം. അപ്പോൾ സിമ്പൽ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ലാമ്പിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റു മാർക്കാണ്. അല്ല എങ്കിൽ ഒരു വര വരച്ചിട്ട് അതിൻ്റെ താഴെ ഒരു 0 ഇട്ട് വയ്ക്കുന്നതാണ്. സിംഗിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നതിൻ്റെ സ്വിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്, 1 ഇട്ടിട്ട് 0 വരയിടുന്നതാണ്. സോക്കറ്റിൻ്റേത് ഒരു 1 ഇട്ടിട്ട് ഒരു റാ പോലെ വരയ്ക്കുന്നതാണ് ആംപിയർ. ഓരോന്നും വരച്ചാൽ ഓരോ മാർക്ക് വെച്ച് 3 into 1 3 മാർക്കാണ്. അറിയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും മാത്രമേ ക്വസ്റ്റ്യൻസ് നിലവിലുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസീൽഡും ഓപ്പൺ കോൺഡ്യൂട്ട് വയറിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് കൺസീൽഡ് ആവുമ്പോൾ നീറ്റാണ്, ക്ലീൻ ആണ്, പുറത്തേക്കൊന്നും കാണില്ല. ദിസ് വയറിങ് ഈസ് ഡൺ ഇൻസൈഡ് ആണ്, വാളിലാവട്ടെ ഫ്ലോറിലാവട്ടെ. അതുപോലെ തന്നെ ദർ ഈസ് എ നോ റിസ്ക് ഓൺ മെക്കാനിക്കൽ ഇഞ്ചുറി, ചുമര് പൊളിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതേസമയം ഓപ്പൺ കോൺഡ്യൂട്ട് ആയിരിക്കുന്ന സമയത്ത് അത് പുറത്ത് കാണും. ഓപ്പൺ വയറിംഗ് സിസ്റ്റം ഡസ് നോട്ട് ഗിവ് എ ഗുഡ് ലുക്ക് ആൻഡ് ഇറ്റ്സ് എ വയറിംഗ് മെത്തേഡ് യൂസിങ് ക്ലീറ്റ്സ്, നോബ്, ഫ്ലെക്സിബിൾ ട്യൂബ്. ഇപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് പറയുക, കോൺഡ്യൂട്ടുകൾ ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് കോൺഡ്യൂട്ടും ഉണ്ട്, PVC കോൺഡ്യൂട്ടും ഉണ്ട്, അല്ലാതെ എന്താണ് പറയുക മറ്റ് തരം കോൺഡ്യൂട്ടുകളുണ്ട്. പെട്ടെന്ന് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിയാം. 3 പോയിൻ്റ് എഴുതിയാൽ ഓരോരോ മാർക്ക് വെച്ച് 3 മാർക്കാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 6 എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, എന്താണ് റീകോൾ ചെയ്യുക അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്പേസ് ഹൈറ്റ് റേഷ്യോയിലാണ് എന്താണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കൃത്യമാണ്. സ്പേസ് ഹൈറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആര് തമ്മിൽ, 2 ബൾബ് തമ്മിൽ. അങ്ങനെയാണെങ്കിൽ മൗണ്ടിങ് ഹൈറ്റും ഭൂമിയിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് എവിടെയാണ് ബൾബ് വെച്ചിരിക്കുന്നത് അത് വരെയുള്ള വർക്കിംഗ് പ്ലെയിൻ വരെയുള്ള ബൾബിൽ നിന്നുള്ള ദൂരമാണ്. സ്പേസ് ബിറ്റ്വീൻ ലാമ്പ്, മൗണ്ടിങ് ഹൈറ്റ് ബിറ്റ്വീൻ വർക്കിംഗ് പ്ലെയിൻ. അടുത്ത് ഡിപ്രീസിയേഷൻ ഫാക്ടറാണ്. ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇലുമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ഡിവൈഡഡ് ബൈ ഇലുമിനേഷൻ വെൻ എവരിത്തിങ് ഈസ് ക്ലീൻ. അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിയത് ന്യൂ 1 ആണെങ്കിൽ, ന്യൂ 1ൽ നിന്ന് സ്വാഭാവികമായും എന്ത് ചെയ്യും, കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പൊടി, ഡസ്റ്റ്, മറ്റ് കാര്യങ്ങളെല്ലാം വന്ന് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ക്ലീനാണ് കൂടുതൽ ഉണ്ടാവുക ഇലുമിനേഷൻ. അപ്പോൾ ക്ലീൻ അല്ലാത്ത സാഹചര്യങ്ങൾ കുറവായിരിക്കും വാല്യൂ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ ഫാക്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, 1ൽ കൂടുതലാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുക, ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇലുമിനേഷൻ സ്കീമാണ്. ഇതും രണ്ടാമത്തെ കോഴ്സ് ഔട്ട്കമ്മിൽ നിന്നുള്ളതാണ് ലൈറ്റിംഗ് സ്കീമിനെ സംബന്ധിച്ച്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 90% മുതൽ 100% വരെ ലൈറ്റ് ഫാൾ ഓൺ ദ ഒബ്ജക്റ്റാണ്. ലൈറ്റ് ഷൈൻ ഡയറക്റ്റ്ലി ഓൺ ദി ഒബ്ജക്റ്റാണ് ഫോം ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ ഒരു ചിത്രം കൂടെ അതിൻ്റെ കൂടെ വരച്ചിടണം. അടുത്തത് ഇൻഡയറക്റ്റ് സ്കീമാണ്. ഇൻഡയറക്റ്റ് സ്കീം എന്ന് പറയുമ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ബൈ ഒബ്ജക്റ്റാണ്. 10% ലൈറ്റ് മാത്രമേ താഴോട്ട് വരുള്ളൂ, അല്ല എങ്കിൽ ഒബ്ജക്റ്റിലേക്ക് പതിക്കുകയുള്ളൂ. ചിത്രം വരയ്ക്കുന്നതല്ല, റൂഫ്, റൈറ്റ് റേ, മോക്ക് എല്ലാം മുകളിലോട്ടാണ് പോകുന്നത്, കുറഞ്ഞ ഭാഗം മാത്രമേ വർക്കിംഗ് ഏരിയയിലേക്ക് വരുള്ളൂ. അടുത്തതാണ് എർത്തിങ് എന്തിനാണ്, ഷോക്ക് ഏൽക്കാതിരിക്കാനാണ്. ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് ടു ഹ്യൂമൻ ബോഡി, ടു അവോയ്ഡ് റിസ്ക് ഓഫ് ഫയർ ഡ്യൂ ടു എർത്ത് ലീക്കേജ്, കറണ്ട് ത്രൂ അൺവാണ്ടഡ് പാത്ത്, ടു എൻഷുവർ നോ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ റൈസ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എർത്ത് ദെൻ ദ ഡിസൈൻ ഇൻസുലേഷൻ. 3 പോയിൻറ്റും പറഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടർ എന്തിനാണെന്നാണ്. സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാനാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡ് 0 ആണ്, അപ്പോൾ ബാക്ക് EMF ഇല്ല. അതുകൊണ്ട് തന്നെ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എന്തായി മാറുന്നു? V/RA ആകുന്നു. V/RA എന്ന് പറയുന്നത് ഒരു ഹയർ വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 230 വോൾട്ട് ആണെങ്കിൽ 1 ഓം റെസിസ്റ്റൻസേ ഉള്ളൂ എങ്കിൽ 230/1 ഓം എത്രയായി? 230 ആംപിയറായി. അതൊരിക്കലും എന്തല്ല, ഒരു സാധനത്തിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വോൾട്ടേജിനെ കറണ്ടിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. സീരീസ് മോട്ടറിലാണെന്നുണ്ടെങ്കിൽ 2 ടെർമിനൽസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ 3 പോയിൻറ്റ് സ്റ്റാർട്ടറും 4 പോയിൻറ്റ് സ്റ്റാർട്ടറുകളും ഉണ്ട് DC മോട്ടറിൻ്റെ കേസിൽ. അപ്പോൾ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു സ്പീഡ് വന്നാൽ തന്നെ എന്ത് വരും? ബാക്ക് EMF വരും. വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. എവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയാം? മുകളിൽ. IA = V - EB. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 3 പോയിൻറ്റ് കൺസിഡർ വൈൽ എറക്റ്റിംഗ് ഓവർഹെഡ് ലൈനാണ്. അപ്പോൾ ഓവർഹെഡ് ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവർഹെഡ് ലൈൻ ടെയിൽ എൻഡ് ഓഫ് ദ ലൈൻ ഷുഡ് ബി വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ദ പൊസിഷൻ ടു കണ്ടക്റ്റ് ഡിസൈഡ് ലോഡിൻ്റെ എഫിഷ്യൻ്റ് ആയിരിക്കണം. ലോഡ് വലിക്കാൻ കഴിയുന്ന അത്രയും കഴിവുള്ള കണ്ടക്ടർ ആയിരിക്കണം. ലോഡിൻ്റെ പൊസിഷൻ, ലോഡ് എവിടെയുള്ളത് വെച്ചാൽ അവിടേക്ക് എത്തണം. ക്ലിയറൻസ് ഓഫ് ദ കണ്ടക്ടർ ഫ്രം ഗ്രൗണ്ട് അഡ്ജസൻറ്റ് ബിൽഡിങ്ങും നിയമപ്രകാരം ഈ റൂള് പ്രകാരമായിരിക്കണം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ റൂള് പ്രകാരം 2 ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് 2 മീറ്റർ വ്യത്യാസം ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് essay ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 15 മാർക്കിനാണ് ചോദിക്കുന്നത്. 15 മാർക്കിന് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1.7 7.5 വേണ്ടി ചോദിച്ചിരിക്കുന്നത് 15 മാർക്കിനാണ്. 15 മാർക്കിന് പാർട്ടിൽ ആണ്. 7.5 മാർക്കാണ് കോണ്ടിയൂട്ട് ക്ലീറ്റ്സ് വയറിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ക്ലീറ്റ്സ് എന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ആണ്. കാരണം നീളം വരെ ഉപയോഗിക്കുന്നില്ല, കോണ്ടിയൂട്ടുകൾ ഉപയോഗിക്കുന്നില്ല, ചെറിയ ക്ലീറ്റ്സുകളെ ഉപയോഗിക്കുള്ളൂ. കൺസിഡർ ഇനീഷ്യൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മോസ്റ്റ് സൂട്ടബിൾ ഓഫ് ടെമ്പററി ബേസിസ്. കാരണം അത് എപ്പോൾ വേണേലും എടുത്ത് മാറ്റാം. ദ വയറിംഗ് സിസ്റ്റം ഈസ് ക്വിക്ക്ലി ഇൻസ്റ്റാൾഡ് ആണ്. PVC അല്ലെങ്കിൽ വയറായിട്ട് ഉപയോഗിക്കുന്നത് PVC ഇൻസുലേറ്റഡ് ആവാം, അല്ലെങ്കിൽ വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ VIR ഇൻസുലേറ്റഡ് ആവാം. വയറിംഗ് സിസ്റ്റം കേബിൾ ഓപ്പൺ ആണെന്ന് നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഓപ്പൺ ആണ് എന്നുള്ളതുകൊണ്ട് ഫാൾട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം, പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. ക്ലീറ്റ്സുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ടെമ്പററി ഇൻസ്റ്റലേഷനാണ്. ക്ലീറ്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ പെയർ ആണ്. താഴെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, ബോട്ടത്തിൽ ഫിക്സ് ചെയ്യുന്നതും ടോപ്പ് ഒരു കവർ പോലെ ഒരു സാധനം ഉണ്ടാവും. ഹാഫ് ഈസ് എ ഗ്രൂവ്ഡ് ആണ്. ആ ഗ്രൂവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വയർ കടന്നു പോകുന്നത്. ഇനീഷ്യലി ബോട്ടം ആൻഡ് ടോപ്പ് ക്ലീറ്റ്സ് ആർ ഫിക്സഡ് ഓൺ ദ വാൾ ലൂസിലി അക്കോർഡിംഗ് ടു ദ ലേഔട്ട്. ദെൻ നമ്മൾ ലേഔട്ട് വരച്ചിട്ടുണ്ടാവും വയർ പോകേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് സ്ക്രൂ ഇട്ടിട്ട് ഫിക്സ് ചെയ്യും? ഒരു താഴെയുള്ള ക്ലീറ്റ്സ് ഫിക്സ് ചെയ്യും, അതിൻ്റെ മുകളിൽ മറ്റത് വെക്കുകയും ചെയ്യും. ഇതിൽ 7.5 മാർക്കുള്ളത് കൊണ്ട് തന്നെ 2.5 മാർക്ക് ചിത്രം വരയ്ക്കാനും പിന്നീട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ്. ക്ലീറ്റ്സ് വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഈസിയാണ്. ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം. ടെമ്പററി വയറിംഗ് ആണ്. അതുപോലെ ഇൻറ്റേർണലി വയറിങ് ചീപ്പസ്റ്റ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ് അപ്പിയറൻസ് ആണ്, നോട്ട് ഗുഡ് ലുക്കിംഗ് ആണ്. അതുപോലെ വയറിംഗ് സിസ്റ്റം സേഫ് അല്ല, ഡ്യൂറബിൾ അല്ല. കാരണം അത് ഫിക്സഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വയർ അവിടെ ഇവിടെയും തൂങ്ങുന്ന മാതിരി ഉണ്ടാവും, പിടിച്ച് വലിക്കാനും ടച്ച് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ചാൻസ് ടു ഷോക്ക് ഫയറും, തീ പുറത്ത് എവിടെയെങ്കിലും വന്നാലും പിന്നെ അതിൻ്റെ പുറത്തൊരു കവറില്ലാത്തത് കൊണ്ട് തന്നെ, കോണ്ടിയൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് സൂട്ടബിൾ വയറിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ വയറിംഗ് സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് എ ലോ ടെമ്പറേച്ചർ പ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 1.5 3 മാർക്ക് അഡ്വാൻറ്റേജ് ആണ്. ചിത്രത്തിന് 2.5 കാണിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആണ് 3 അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ്
ഈച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. PVC കേസിംഗ് ആണ്, അല്ലെങ്കിൽ വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണ്. PVC കേസിംഗും ഉണ്ട്, വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗും ഉണ്ട്. അത് നമുക്കറിയാം, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് സാധാരണ കാണുന്നതാണ്. താഴത്തൊരു കേസും ഉണ്ടാവും, മുകളിലൊരു ക്യാപ്പും ഉണ്ടാവും. അപ്പോൾ അത് PVC ആണെങ്കിൽ PVC ക്യാപ്പിംഗ് എന്ന് പറയും, അല്ല നമ്മുടെ വുഡ് ആണെങ്കിൽ വുഡ് ക്യാപ്പിംഗ് എന്ന് പറയും. ഈ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് 2.5 മാർക്കാണ്. ക്യാപ്പിംഗ് നിങ്ങൾ കാണുന്നുണ്ട്, ഫിക്സഡ് സ്ട്രെയിറ്റ് ജോയിൻറ്റ് കേസിംഗ് ആണത്. വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ സിസ്റ്റം ഈസ് ചീപ്പർ ദാൻ ഷീത്ത്ഡ് ആൻഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. Installation can be done this wiring system, reduce risk of electric shock. Casing, wooden casing and capping, risk of fire. Wiring system is not suitable for acidic condition in industry. അതുപോലെ ഡിഫിക്കൽട്ടി ടു ഫൈൻഡ് ദ ഫാൾട്ട് കോസസ് ഓഫ് വയറിങ്. കാരണം ഒരു കോണ്ടിറ്റിനകത്ത് പോയി, കോണ്ടിറ്റ് അല്ലെങ്കിൽ കേസിംഗ് ആൻഡ് ക്യാപ്പിങ്ങിനകത്ത് പോയി. ഇതിൽ PVC ആണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ PVCയും വുഡും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? PVCക്ക് വില കുറവാണ്, വുഡിന് വില കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് PVC ആണ്. അതാണ് PVCയുടെ അഡ്വാൻറ്റേജ്. ബാക്കിയെല്ലാം റെഡ്യൂസ്ഡ് ഷോക്കായാലും ചീപ്പറായാലും കസ്റ്റമറിന് പിന്നെ ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ, പൈപ്പാവുമ്പോൾ അല്ലെങ്കിൽ കോൺഡ്യൂട്ട് ആവുമ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ക്യാപ്പ് ഇങ്ങോട്ട് തുറന്നാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വയർ കാണാനായിട്ട് പറ്റും. സ്വാഭാവികമായും ഫസ്റ്റ് മോഡ്യൂളിൽ കാണിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് എന്ത് എന്ന് പറയുന്നത്, ഒരു ഡയഗ്രാം തന്നുകൊണ്ട്, ഒരു ലേഔട്ട് തന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ വയറിംഗ് വരയ്ക്കാൻ. ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ, നേരത്തെ ആദ്യം പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ കുറച്ച് സിമ്പലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റുകൾ എന്ന് പറയുന്നത് XL XM എന്ന് 2 കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും ലൈറ്റാണ്. അതുപോലെ N എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗം ഫാനുമാണ്. അപ്പോൾ 2 ലൈറ്റുമായി ഒരു ഫാനുമായി. പിന്നെയുള്ള D എന്ന് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ O എന്ന് കാണിച്ചിരിക്കുന്ന ഒരു സോക്കറ്റാണ്. പിന്നീട് E എന്ന് പറയുന്നത് എർത്ത് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. DB ആണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. DB എന്ന് തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു 3 മാർക്കിനായിട്ട് ചോദിച്ചിരിക്കുന്ന ഭാഗം എന്താണ്? സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന സാധനം, അത് ഇൻറ്റു മാർക്കിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്നത് സ്വിച്ചും ഇൻറ്റു മാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത് ബൾബുകളുമാണ്. ഫാനാണ് പിന്നീട് 8 തിരിച്ചിട്ട മാതിരി കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ സ്വിച്ച്, അതിൻ്റെ റെഗുലേറ്ററാണ് അതിൻ്റെ നടുവിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് കാണിച്ചിരിക്കുന്നത് എന്താണ് പറയുക, ഒരു സോക്കറ്റിന്, പവർ സോക്കറ്റിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചും അതേപോലെ സോക്കറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് DBയിൽ നിന്നുള്ള ലൈനുകൾ, DBയിൽ നിന്ന് 4 ലൈനും ആ ഡോട്ടഡ് ലൈനിലുള്ളത് എർത്തുമാണ്. ഡോട്ടഡ് ലൈനിൽ 4 ലൈനുകളുള്ള വരാനുള്ള കാരണം എന്താ വെച്ചാൽ, 2 സബ് സർക്യൂട്ടാണ്. 2 സബ് സർക്യൂട്ടിൽ ഒരു സബ് സർക്യൂട്ടിലാണ് ഫാൻ ഇരിക്കുന്നത്, 2 ബൾബ് ഇരിക്കുന്നത്, ഒരു സിംഗിൾ സോക്കറ്റ്, പവർ സോക്കറ്റ് അല്ലാത്തൊരു സോക്കറ്റ് ഇരിക്കുന്നത്. പിന്നെ ബാക്കി ഇരിക്കുന്ന സാധനത്തിനാണ് വേറൊരു സബ് സർക്യൂട്ട് വേറെയും കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻ്റ് 2 ആണ്. 2 × 60 ആണ്, 120 ആണ്. ഫാൻ പോയിൻ്റ് 1 ആണ്, അതിന് 1 × 100 ആണെങ്കിൽ ഈ 100 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 220 വാട്ടാണ്. ഒരു പവർ സോക്കറ്റിന് 1000 വാട്ടാണ്. അപ്പോൾ 2 സബ് സർക്യൂട്ട്. നമ്പർ ഓഫ് സബ് സർക്യൂട്ടുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. ഒരു സോക്കറ്റ് ഉപയോഗിക്കുന്നത് 1 ഫോർ പവർ സോക്കറ്റ്, അതർ ഫോർ ലൈറ്റ്, ഫാന്, സോക്കറ്റ്. പവർ സോക്കറ്റ് മാത്രം ഒരെണ്ണം വേറെ ഉപയോഗിച്ചു. അപ്പോൾ അടുത്തത് എത്രയാണ് കേബിളിൻ്റെ സൈസ് എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടു, 100ഉം 120ഉം പിന്നെ 1000 കൂടെ ചേർന്ന് 5 ആമ്പിയറാണ് വരുന്നത്. അപ്പോൾ ഒരു സബ് സർക്യൂട്ടിന് 5 ആമ്പിയർ, സബ് സർക്യൂട്ട് 2ൽ 4 ആമ്പിയറും. അപ്പോൾ 1 mm² PVC ഇൻസുലേറ്റഡ് മൾട്ടി സ്റ്റാൻഡ് കോപ്പർ വയർ എന്ന് എഴുതാം. അല്ല പഴയ രീതിയിലാണെങ്കിൽ അലുമിനിയം വയറാണെങ്കിൽ സബ് സർക്യൂട്ട് 1/1.40 mm ആണ്.
അതൊരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നില്ല. 1 mm² PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇന്ന് ഉപയോഗിക്കുന്നത് അതാണ്. സബ് സർക്യൂട്ട് 2-ലാണെങ്കിൽ പവർ സബ് സർക്യൂട്ട് ആയതുകൊണ്ട് ഒരു 1.5 mm² PVC ഇൻസുലേറ്റഡ് മൾട്ടി സ്റ്റാൻഡ് കോപ്പർ വയർ എന്ന് പറയാം. ഓക്കെ, മീറ്റർ ബോർഡ് ബോക്സിൽ എന്തുണ്ടായിരിക്കും? ഒരു കുറച്ച് മീറ്ററിലേക്ക് ഈ രണ്ടും കൂടെ വരുന്നത് കൊണ്ട് മീറ്റർ ബോർഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു 2 mm² അല്ലെങ്കിൽ 1.5 ആയാലും മതി, പക്ഷേ 2 mm² ഒരു കേബിൾ വയർ ഉപയോഗിക്കണം. അതിന് 2 മാർക്കുണ്ട്. അത് കഴിഞ്ഞാൽ ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ട് സോഴ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നു? 8 മീറ്ററിലും 10 മീറ്ററും ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. രണ്ടും 250 കാൻഡിലയാണ്. അപ്പോൾ ഇങ്ങനെ ചിത്രം വരയ്ക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് നിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? കാൽക്കുലേറ്റ് ഇലുമിനേഷൻ മിഡിൽ പോയിൻറ്റിലാണ്. മിഡിൽ പോയിൻറ്റിലെ ഇലുമിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇലുമിനേഷൻ ലോസും കൂടെ ചേർത്താണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് D1 ഉം D2 കണ്ടുപിടിക്കണം. പൈതഗോറിയൻ സിദ്ധാന്തം ഉപയോഗിക്കുകയാണെങ്കിൽ √8² + 20² വെച്ച് എന്ത് കണ്ടുപിടിക്കാം? D1 കണ്ടുപിടിക്കാം. അത് അറിയാത്തവർക്ക് കാണാതെ പഠിക്കുക തന്നെയാണ് നല്ലത്. അല്ല എങ്കിൽ പൈതഗോറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയറും പ്ലസ് സൈഡിൻ്റെ അടുത്ത സൈഡിൻ്റെ സ്ക്വയറിൻ്റെയും അതിൻ്റെ റൂട്ട് കാണുക. D1 10 ആണ്, ഒന്ന് 8 ആണ്, ഒന്ന് 10 ആണ്. മറ്റേത് 40 സെൻറ്റിമീറ്ററാണ് 2 പോള് തമ്മിലുള്ള അകലം. അത് തമ്മിലുള്ള മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് 20 അങ്ങനെയാണ് √20² + 10² എന്ന് വരുന്നത്. അങ്ങനെയാവുമ്പം 22.36 വരും. പിന്നെ കൊസൈൻ ആംഗിൾ കണ്ടുപിടിക്കണം. കൊസൈൻ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ അതിൻ്റെ D2, മറ്റൊന്ന് 8 ഡിവൈഡഡ് ബൈ അതിൻ്റെ √8² + 20² ഓരോന്നും ഉണ്ടാക്കുന്ന ഇലുമിനേഷൻ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? 5 മാർക്ക് വീതം കിട്ടും. സ്വാഭാവികമായും രണ്ടും 250 അപ്പോൾ 250 ഇൻറ്റു cos θ1 ഡിവൈഡഡ് ബൈ D2², അതുപോലെ D1² കണ്ടുപിടിക്കുക. രണ്ടും ചെയ്ത് കഴിയുമ്പോൾ എന്താവും? രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0.3825 ലക്സ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണം, പ്രൂഫ് ചെയ്യാൻ വേണം. ഇൻവേഴ്സ് സ്ക്വയർ ലോ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എങ്ങനെ? D1 ഡിസ്റ്റൻസിൽ, അതായത് 1D, പിന്നെ വരുന്നത് 2Dയിൽ, ഡീനെ എന്താക്കി മാറ്റി? 2D ആക്കി മാറ്റി, 2Dയിലോട്ട് പോയി. അത് കഴിഞ്ഞ് അത് സോഴ്സിൽ നിന്നുള്ള ആ പ്ലെയിനിലേക്കുള്ള ദൂരമാണ് D, 2D, പിന്നെ 3D എന്ന് കാണിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ഏരിയ A1, A2, A3 ആണ്. അപ്പോൾ A1, A2, A3 എന്ന് പറയുന്ന സർഫസിലേക്ക്, പാരലൽ സർഫസിലേക്ക് D1, D, 2D, 3D എന്ന് പറയുന്ന ഡിസ്റ്റൻസുകളിൽ നമ്മൾ വർക്കിംഗ് പ്ലെയിൻസുകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് സോളിഡ് ആംഗിൾ ഒമേഗയാണ് എങ്കിൽ നമുക്കറിയാം സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ A ഡിവൈഡഡ് ബൈ എന്താണ്? സർഫസ് ഏരിയയാണ്. സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ D² ആണ്. അപ്പോൾ A1 ഡിവൈഡഡ് ബൈ D² ആവും. A2 ആവുമ്പോൾ രണ്ടാമത്തെ ഏരിയ ആവുമ്പോൾ എന്താവും? പിന്നെ I ഡിവൈഡഡ് ബൈ എന്ത് വരും? 2D² ആയി മാറും. അങ്ങനെ 3 ഏരിയകളുടെയും റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ടേമും സെയിം ആണ്. കാരണം പുറപ്പെടുന്ന ഒരേ സോഴ്സിൽ നിന്നാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി 1 അതുകൊണ്ട് തന്നെ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ദ റേഷ്യോസ് ആർ ഈക്വൽ ആണ്. സോ we will know illumination of the surface is inversely proportional to square of the distance between source and object ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ആകെ എഴുതാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വേണ്ടത് സോളിഡ് ആംഗിളുകളാണ്, രണ്ടാമത് വേണ്ടത് ഏരിയയാണ്. ഫ്ലക്സ് ബൈ ഏരിയയാണ് ഇലുമിനേഷൻ. അതുപോലെ ഓർമ്മിച്ചിരിക്കുക, ഫ്ലക്സ് ബൈ ഏരിയയാണ് ഇലുമിനേഷൻ. E1 ഓൺ ഏരിയ A1, ഫ്ലക്സ് ബൈ ഏരിയ. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? I × A1
ബൈ ഡി സ്ക്വയർ ഇൻറ്റു A1 ആണ്. അപ്പോൾ A1 ആണ് ക്യാൻസൽ ആയാൽ I ബൈ ഡി സ്ക്വയർ ആവും. സിമിലർലി ഇലുമിനേഷൻ E2 ഓൺ ഏരിയ A2 എത്ര വരും? I ബൈ 2D സ്ക്വയർ ആവും. E3 ഇലുമിനേഷൻ ഓൺ E3 ഓൺ ഏരിയ എന്തായി മാറും? I ബൈ 3D സ്ക്വയർ ആവും. അതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഐയും കൂടി ക്യാൻസൽ ആവുക. അപ്പോൾ 1 ബൈ ഡി സ്ക്വയർ ഈസ് ടു 1 ബൈ 2D സ്ക്വയർ. അടുത്തത് ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ 5 മീറ്റർ നീളമുണ്ട്, 9 മീറ്റർ വിടുത്തുണ്ട്, 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അവിടെ ആ റൂമിൽ വേണ്ട ഇലുമിനേഷൻ എന്ന് പറയുന്നത് 200 ലക്സ് ആണ്. അങ്ങനെ 200 ലക്സ് ആവുന്ന സമയത്ത് കോയിഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ 0.75 മെയിൻ്റെനൻസ് ഫാക്ടർ 0.82 ആണ്. 40 വാട്ടുള്ള ഓരോ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 3000 ലുമൻ പുറത്തേക്ക് വരുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എത്ര ബൾബുകൾ, എത്ര നമ്പർ ഓഫ് ഫ്ലൂറസൻ ലാമ്പ് വേണമെന്നാണ്. അതിനു വേണ്ടി ആദ്യം ഏരിയ കാണുക. 15 × 9 നീളവും വീതിയും. അതിന് ഇലുമിനേഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ, നേരത്തെ തന്നെ പറഞ്ഞു ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുമൻ ബൈ ഏരിയയാണ്. അപ്പോൾ ലുമൻ ബൈ ഏരിയ ആയതുകൊണ്ട് ലക്സാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഏരിയനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ഇലുമിനേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 15 × 9 × 200 എന്ന് പറഞ്ഞാൽ 27,000 ലുമൻ വരും. 27,000 ലുമൻ വരും എന്നതുകൊണ്ട് കാര്യമില്ല, അത് വർക്കിംഗ് പ്ലെയിനിലേക്ക് എത്തില്ല. കാരണം അത് ന്യൂ വൺ അല്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? ചില കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ആ കറക്ഷന് വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ CU ആൻഡ് MF. 0.75 0.8. MF ആണെങ്കിൽ താഴെയാണ്, DF ആണെങ്കിൽ മുകളിലാണ്. അത് മറക്കാതിരുന്നാൽ മതി. അപ്പോൾ 27,000 ഡിവൈഡഡ് ബൈ 0.75 × 0.8 എന്ന് പറഞ്ഞാൽ 45,000 ലുമനാണ്. ഈ 45,000 ലുമനിന് 45,000 ലുമൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൾബിന് 3000 ലുമൻ തരാം. അപ്പം 45,000-നെ 3000 ലുമൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 എണ്ണം വേണമെന്ന് മനസ്സിലായി. ഇത് കണ്ടുപിടിച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് 15-ൽ 3 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ കാണണം, ഫ്ലക്സ് റിക്വയർമെൻറ്റ് കാണണം, നമ്പർ കാണണം. ഇവിടെ ലുമനാണ് തന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ എഫിഷ്യൻസിയാണ് തരിക. അപ്പോൾ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ വാട്ട് കിട്ടും. ആ ടോട്ടൽ വാട്ടിനെ ഒരു ബൾബിൻ്റെ വാട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്പേസ് ഹൈറ്റ് റേഷ്യോ 1.5 ആണ്, 2 ആണ് ഹൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പേസിങ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 × 2 3 മീറ്റർ അകലത്തിലാണ് ബൾബ് വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര? 15 ബൾബുകളാണ്. വിഡ്ത്ത് ബൈ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത് 9/3 ആണ്. കാരണം എന്താ ഈ 3 എന്ന് പറയുന്നത്? 3 ആണ് നമ്മൾ സ്പേസിങ് പറഞ്ഞത്. അപ്പോൾ വിഡ്ത്ത് ബൈ സ്പേസ് എന്ന് പറയുന്നത് 9/3. വിഡ്ത്ത് എത്രയാണ്? റൂമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ആണ്. ലെന്ത് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് എത്ര എണ്ണം വേണം? 45 എണ്ണം വേണം. ആ 45 ഏത് രീതിയിലാണ് വെക്കേണ്ടത് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കുക എങ്ങനെയാണ് വെക്കേണ്ടത്. 45 എണ്ണത്തിന് 1 2 3 4 5 എണ്ണം ഏത് രീതിയിൽ? 45 അല്ല 15 ആണല്ലേ. നമ്പർ ഓഫ് ബൾബുകൾ കണ്ടുപിടിച്ചത് 45 അല്ല 15 ആണ്. അപ്പോൾ 15-നെന്ന് പറഞ്ഞാൽ 5 എണ്ണം നിരത്തിയിട്ടിട്ട് 3 റോകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. നോക്കുക, 15 മീറ്ററിലേക്ക് എന്ത് ചെയ്യും? 5 എണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ബൾബിനും ഇടയിലുള്ള ദൂരം 3 ആണ്. അതേസമയം വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 9 ആണ്. 3/3 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ 9 അല്ലേ, 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിഡ്ത്ത് വൈസ് വെക്കുന്നത്. പക്ഷേ ചുമരിനോട് അടുക്കുമ്പോൾ അതിൻ്റെ പകുതിയാവും, 1.5. നമ്മുടെ എന്താണ് പറയുക, 15 സെൻറ്റിമീറ്റർ നീളത്തിന് നേരെ നോക്കുകയാണെങ്കിൽ അതെത്രയാവും? അതും 1.5 മാറും. അപ്പോൾ ലെന്ത് വൈസ് നോക്കുകയാണെങ്കിൽ 15/3, അതുപോലെ വിഡ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 9/3.
ചുമരുമക്കാണ് കാണിച്ചിരിക്കുന്നത് 3/2 1.5 എന്ന് എഴുതിയിരിക്കുന്നത്. വിടുത്ത് തന്നെയാണ്. അങ്ങനെ അപ്പോൾ പിന്നീട് ചോദിച്ചിരിക്കുന്നത് 15 ലാമ്പ് ഉപയോഗിക്കുമ്പോൾ 40 വാട്ടാണെങ്കിൽ മൊത്തം 600 എന്തായി? 600 പവറായി. 600 പവർ അത് ഉപയോഗിക്കും. 600 പവർ എന്ന് പറഞ്ഞാൽ 800 പവർ വരെ ഒരു സബ് സർക്യൂട്ട് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു സബ് സർക്യൂട്ട് മതി എന്ന് പറയാം. പക്ഷേ എത്ര ബൾബുണ്ട്? 15 ബൾബുണ്ട്. 15 ബൾബ് ഉണ്ടാകുമ്പോൾ 10 പോയിൻ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 സബ് സർക്യൂട്ട് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപ്പോസ് ഒരു 5 HP മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഒരു ട്യൂബ് വെല്ലിലാണ്. അതിൻ്റെ റൂമിൻ്റെ സൈസ് 3x3 ഹൈറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടില്ല? ആ മോട്ടർ ട്യൂബ് വെല്ല് കുഴൽക്കിണറിൻ്റെ നീളം പറഞ്ഞിട്ടില്ല, പിന്നെ അതിലേക്കുള്ള ദൂരവും പറഞ്ഞിട്ടില്ല. നല്ല കാര്യമാണ്. അപ്പോൾ ആ റൂമിനകത്ത് ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നതാണ്? പോളിൽ നിന്ന് എത്ര 3 ഫേസ് ലൈനാണ്. 3 ഫേസ് ലൈൻ എന്ന് പറഞ്ഞാൽ 4 ലൈൻ വന്നു. ഒരു ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ട് വഴി മീറ്റർ ബോർഡിലേക്കും സ്റ്റാർട്ടറിലേക്കും മെയിൻ സ്വിച്ചിലൂടെയും സ്റ്റാർട്ടറിലൂടെയുമാണ് മോട്ടറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 3x3 1 മീറ്ററാണ് ദൂരം വിട്ടിരിക്കുന്നത് ചുമരുമെന്ന്. അതേപോലെ ഇടത്തെ ചുമരുമെന്ന് 1 മീറ്ററാണെങ്കിൽ ഫ്രണ്ടിലുള്ള ചുമരുമെന്ന് 1 മീറ്ററാണ്. അതിനകത്താണ് ഈ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 3 മീറ്റർ വിടുത്താണ് പിന്നെയും പറഞ്ഞിട്ടുള്ളത്. നീളവും വീതിയും 3 മീറ്ററാണ്. അപ്പോൾ അതും എന്ത് ചെയ്തിരിക്കുകയാണ്? 1 മീറ്റർ വിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം വരുന്നത് മീറ്റർ ബോർഡാണ്. മീറ്റർ ബോർഡിലേക്ക് 3 വയർ കയറി. ആ 3 വയറിൽ നിന്ന് ഇറങ്ങി അത് എങ്ങോട്ട് കയറി? ട്രിപ്പിൾ പോള് അയൺ ക്ലാഡഡ് സ്വിച്ചിലോട്ട് കയറി, മെയിൻ സ്വിച്ചിലോട്ട് കയറി. എർത്തിങ് കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അയൺ ക്ലാഡ് സ്വിച്ചിൽ നിന്ന് സ്റ്റാർട്ടറിലോട്ട് പോയി. സ്റ്റാർട്ടർ DOL ആണ്. 3 വയർ വരുന്നു, 3 വയറിൻ്റെ പുറത്തോട്ട് പോകുന്നു. 3 വയർ നേരെ എങ്ങോട്ട് പോകുന്നു? മോട്ടറിൻ്റെ ടെർമിനലിലോട്ട് പോകുന്നു. കൂടെ എർത്തിങ്ങിൻ്റെ കാര്യവും അവിടെ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ചിത്രമാണ്. 5 മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. പഠിച്ചിട്ട് ഈ മൂന്നാമത്തെ കോഴ്സ് ഔട്ട്കമ്മിൽ ഇൻഡസ്ട്രിയൽ വയറിങ്ങിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇതുപോലൊരു ചിത്രം വരയ്ക്കാനായിട്ടുണ്ടാവും. ഇതന്നെ വരച്ച് വെച്ചാൽ മതി. അടുത്തത് ചില അസംഷൻസ് കൊടുക്കുകയാണ്. കാരണം നീളം കണ്ടുപിടിക്കാം, ആ വയറിൻ്റെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ മീറ്റർ ബോർഡ് റൂമിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിലും എർത്ത് വയർ ഒരു 15 mm GI പൈപ്പിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും പമ്പിങ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു എത്ര ദൂരത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 0.25 മീറ്റർ എബോവ് ഫ്ലോറിൽ നിന്നാണ് മോട്ടർ വെച്ചിരിക്കുന്നത്. നമ്മളതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കുന്നു. കേബിളിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. കേബിളിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ട് 5 HP ആണ്. 5 × 735.5 ഡിവൈഡഡ് ബൈ √3 × 400 നമ്മൾ അസ്യൂം ചെയ്തു. മോട്ടറിൻ്റെ എഫിഷ്യൻസി 0.75 അല്ലെങ്കിൽ 75%. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.85 ആയിട്ടെടുത്താൽ കറണ്ട് എന്ന് പറയുന്നത് 8 ആമ്പിയർ ആണ്. 8 ആമ്പിയർ ആവുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ 16 ആമ്പിയർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4 mm² കേബിൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. PVC കോപ്പർ ഇൻസുലേറ്റഡ് കേബിൾ ആണെങ്കിലാണ് പറഞ്ഞത്. ഇപ്പോൾ ലെന്ത് ഓഫ് കോണ്ടിയൂട്ട് വയർ റിജിഡ് കോണ്ടിയൂട്ടാണ് സാധാരണ ഉപയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 mm-ൻ്റെയാണ് 4 വയർ പോകേണ്ടതാണ്. 4 മീറ്ററാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ആ റൂമിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് ഏകദേശം എത്രയേ ഉള്ളൂ? 3 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 3 മീറ്റർ മുഴുവനും ഇല്ല. കാരണം വന്ന് കയറിയതിൻ്റെ ശേഷം പിന്നെ 2 മീറ്ററിനാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്ററിൻ്റെ ഇരട്ടി 4 മീറ്ററോളം നമ്മൾ എന്തെടുത്തുകയും ചെയ്തിട്ടുണ്ട്? കോണ്ടിയൂട്ടിൻ്റെ നീളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12 ആവും. അതിനൊരു കുറച്ചധികം കൂടി ഇടുകയാണെങ്കിൽ 18 മീറ്റർ അപ്രോക്സിമേറ്റ് എടുക്കാവുന്നതാണ്. 1/2.8 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 1.2.8 എന്നാണ് സാധാരണ SWGയിൽ പറയാം, സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ പറയാം. പകരം നമുക്ക് എന്തും ഉപയോഗിക്കാം,
4 mm² പി വി സി കോണ്ടിയൂട്ട് ഉപയോഗിക്കാം. ഇനി 4 mm തന്നെ വേണ്ട, 2.5 mm ആയാലും ഈ 32 ആംപിയർ വരെ അതെന്ത് ചെയ്തോളും, വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. പിന്നീട് ഇതിലൊരു ഒരു ഒരു കോണ്ടിയൂട്ട് പൈപ്പ് 15 mm കാണിച്ചിട്ടുണ്ട്. അത് 3 വയർ മാത്രം വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാനാണത്. കോണ്ടിയൂട്ട് ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ട് പൈപ്പ് ഉണ്ട്, അത് 2.5 മീറ്ററാണ് ഉപയോഗിച്ചിരുന്നത്. ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ട് പൈപ്പ് എന്ന് പറഞ്ഞാൽ മോട്ടർ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, അല്ല ഇനി വെള്ളത്തിന് താഴെയാണെങ്കിൽ 2.5 മീറ്റർ ഉപയോഗിക്കാനുള്ള കാരണം അത് മോട്ടർ കുറച്ച് ആ ബോർഡിൽ നിന്ന് കുറച്ച് അകന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും സ്റ്റാർട്ടർ കഴിഞ്ഞ് സ്റ്റാർട്ടർ ചുമരുമ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ടെർമിനൽ വരെയാണ് ഈ 2.5 മീറ്റർ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. അടുത്തത് അതിൻ്റെ എന്ത് ചെയ്യാനായിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ ഷെഡ്യൂൾ ഉണ്ടാക്കാനാണ്. മെറ്റീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് ക്കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ മെറ്റീരിയൽ ഷെഡ്യൂളിനാണ് ഇവർ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ വരയ്ക്കാതെ വിടരുത്. സീരിയൽ നമ്പർ, മെറ്റീരിയൽസ് റെക്കോർഡ്, ക്വാണ്ടിറ്റി, കോസ്റ്റ് എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റ് എഴുതേണ്ടുള്ളൂ. ഇവിടെ കോസ്റ്റ് എസ്റ്റിമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 16 ആംപിയറേ സ്റ്റാർട്ടിങ് കറണ്ട് തന്നെ ഉള്ളൂ. 2 റേറ്റഡ് കറണ്ടാണ്, 2 × 8 16 ആംപിയറേ ഉള്ളൂ. അപ്പോൾ 32 ആംപിയർ 500 വോൾട്ടിൻ്റെ മെയിൻ സ്വിച്ച്. ICTP എന്ന് പറഞ്ഞാൽ എന്താണ്, അൺക്ലാഡഡ് ട്രിപ്പിൾ പോൾ സ്വിച്ചാണ്. പിന്നീട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ GI കോണ്ടിയൂട്ട് പൈപ്പ്, കോണ്ടിയൂട്ടിൻ്റെ ബെൻഡ്, സാൻഡിൽസ്. അടുത്തത് കോണ്ടിയൂട്ട് പൈപ്പ് തന്നെ 15 mm, കോണ്ടിയൂട്ടിൻ്റെ ബെൻഡ്, സാൻഡിൽ 4, 8. അടുത്ത ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ട് 2.5 മീറ്റർ. നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് 2.5 മീറ്റർ ആണെന്നുള്ളത്. PVC ഇൻസുലേറ്റഡ് അലുമിനിയം കണ്ടക്ടർ സിംഗിൾ കോർ, അങ്ങനെയാണ് 1/2.8 എന്ന് എഴുതിയത്. ഞാൻ പറഞ്ഞു നേരത്തെ വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് 9 മീറ്റർ. അടുത്തത് എർത്തിങ്ങിന് വേണ്ടിയിട്ട് 60 × 60 സെൻറ്റിമീറ്ററിലാണെങ്കിൽ 6.36 തിക്നെസ്സിലുള്ള പ്ലേറ്റ് എർത്തിങ് ആണ് ചെയ്യുന്നത്. പ്ലേറ്റ് എർത്തിങ് ആണ് ചെയ്യുന്നത്. പിന്നെ 15 mm ഡയമീറ്ററുള്ള വയർ 2 മീറ്റർ, 15 mm ഡയമീറ്ററുള്ള 24 മീറ്റർ, ചാർക്ക് ഹോൾ 20 കിലോ, സിമൻറ്റ് 20 കിലോ, ബ്രാസ് പാറ്റേൺ ലാമ്പ് ഹോൾഡർ. അതെന്തിനാ? അത് ആ 3 ഫേസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിൻ സ്വിച്ചിൽ അല്ലെങ്കിൽ മീറ്റർ ബോർഡിലുള്ളതാണ് 3 സ്വിച്ച്, 3 ലാമ്പ് ഹോൾഡർ, 3 ലാമ്പ്. സാധാരണ കളറ് വ്യത്യാസമായിരിക്കും, ചുവപ്പ്, മഞ്ഞ, പച്ച ആണോ, റെഡ്, ബ്ലൂ കളറിലായിരിക്കും, ഇപ്പോൾ ഗ്രീനില്ല. സ്വിച്ചസ് ഉണ്ടാവും, ചെറിയ സ്വിച്ചസ് ഉണ്ടാവും. അതുപോലെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാവും, അമീറ്റർ ഉണ്ടാവും. പിന്നെ എർത്തിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫണൽ ഉണ്ടാവും, സ്ക്രൂസ് വേണ്ടി വരും, ലുങ്സ് വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ടെർമിനലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വേണ്ടി വരും. സ്റ്റേ വയറുകൾ വേണ്ടി വരും, സ്റ്റേ സെറ്റ് വേണ്ടി വരും. 4 മാർക്കാണ് അതിന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇതിലേക്കുള്ള കണക്ഷൻ. അതിന് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന സർവീസ് വയർ എന്തിലേക്ക് ഇറങ്ങുന്നു, പിന്നെ റൂമിലേക്ക് വരാൻ വേണ്ടിയുള്ള സാധനമാണിത്. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യനാണ്. അതിൽ ഹൈറ്റ് എന്ന് പറയുന്ന ഫ്ലോറിൽ നിന്നും 3.5 മീറ്ററാണ്. സർവീസ് കണക്ഷൻ റിസീവ് ചെയ്യുന്നത് 6 മീറ്ററാണ് ഫ്രം ദ ഫ്ലോർ. ഇലക്ട്രിക് സർക്യൂട്ട്, അതിന് ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസ് കണക്ഷൻ എടുക്കണം. ആ വീട്ടിൽ 5 കിലോ വാട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫാൻ എത്ര, ബൾബ് എത്ര എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 5 കിലോ വാട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് 5 സബ് സർക്യൂട്ട് വേണ്ടി വരുന്നതാണ്. കാരണം 800 വാട്ടാണ്. 800 വാട്ടിന് ഒരു സബ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ. എന്താ എണ്ണം നോക്കാത്തത്? എണ്ണം തരാത്തതുകൊണ്ടാണ്. എത്ര ലൈറ്റ്, എത്ര ഫാൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. 5 കിലോ വാട്ടാണ് വീട് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 5 കിലോ വാട്ടാകുമ്പോൾ 5000 / 230 21.7 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട്.
221.7 ആംപിയർ കറണ്ടിൻ്റെ 0.6 എന്ന് പറയുമ്പോൾ 13 ആംപിയറാണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഉപയോഗിച്ചാണ് കണക്റ്റഡ് ലോഡ് ഉപയോഗിക്കുന്നത്. 5 കിലോ വാട്ട് ഉണ്ടെങ്കിലും 13 ആംപിയറിൻ്റെ സാധനങ്ങളെ അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് പുറത്ത് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർവീസ് വയർ വരാൻ പോകുന്നത് 1/3.33 mm ട്വിൻ കോയർ PVC ഇൻസുലേറ്റഡ് കേബിളാണ്. 34 ആംപിയറിൻ്റെ കപ്പാസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 2.5 mm സ്ക്വയറിൻ്റെ കേബിൾ വേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ വീട്ടിലേക്ക് വെതർ പ്രൂഫായിട്ടുള്ള ഒരു സർവീസ് വയർ വരും. അത് 7 മീറ്ററാണ്. വെറുതെ അസ്യൂം ചെയ്തു പോയതാണ്. അതുപോലെ തന്നെ 8 SWG GEI വയർ, അത് 63 മീറ്ററാണ്. ഇതിനൊന്നും നീളമൊന്നും തരാത്തതുകൊണ്ട് പോസ്റ്റ് എവിടെ എത്ര ദൂരമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സോ GI പൈപ്പ് 8 mm ഡയമീറ്ററാണ്. GI പൈപ്പ് എർത്ത് വയർ 8 GM ആണ്. 6 മീറ്റർ മിനിമം എന്നുള്ള രീതിയിലാണ്. പൈപ്പിൻ്റെ ബെൻഡ് 3 എണ്ണം, ക്ലാമ്പ് 3 എണ്ണം, GIൻ്റെ ക്ലാമ്പ് അല്ലെങ്കിൽ സാഡിൽസ് എന്ന് പറഞ്ഞ സാധനം 4 എണ്ണം. പിന്നെ ബോൾട്ടുകൾ, നട്ട് ബോൾട്ട് ഒക്കെ നിങ്ങൾ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടാകും. ഫിഗർ വരയ്ക്കാൻ കഴിയണം. ആംഗിൾ അയൺ സർവീസ് ബാറ്റ് ഉണ്ട്. അത് 50x50x6 6 mm ലോങ് ആണ്. 2 എണ്ണമാണ്. സ്റ്റേ വയർ, സ്റ്റേ ബ്ലോ 4 മാർക്കാണ് ഈ സർവീസ് വയർ കാണിച്ചിട്ടുണ്ടായി. സർവീസ് വയറിൽ മെയിനായിട്ടുള്ളൊരു പാർട്ട് എർത്തിങ് വയറാണ്. പിന്നെ മുത്തശ്ശൻ്റെ കുട പോലെ വളഞ്ഞിരിക്കുന്ന പൈപ്പാണ്. പിന്നെ സ്റ്റേ സെറ്റാണ്. അടുത്തത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിനകത്ത്, മൂന്നാമത്തെ കോഴ്സ് ഔട്ട്കമ്മിനകത്താണ്. അതിനകത്ത് സ്റ്റേ വയർ സെറ്റ് ഒരെണ്ണം, സർവീസ് വയർ കണക്ട് ചെയ്യുക എന്നുള്ള 4ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അവസാനത്തെ കോഴ്സ് ഔട്ട്കമ്മിലേക്കാണ്. അവിടെ സബ്സ്റ്റേഷനും അതുപോലെ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനുമാണ്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് കണ്ടക്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6/1 × 2.59 ആണ്. ചോദ്യത്തിൽ ഒരു തെറ്റ് പറ്റിയതാണ്, കോമട്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരമാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. 1000 മീറ്റർ ആവുമ്പോൾ സ്പാന് 10 ആവുമ്പോൾ 1000/10 എന്ന് പറഞ്ഞാൽ 10 പോൾ ഇടണം എന്നാണ്. 10 പോൾ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 10 പോളിന് സാധാരണ ഒരു പോൾ അധികം വരും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എക്സിസ്റ്റിംഗ് ലൈനിൽ നിന്നാണ് നമ്മൾ ലൈൻ വലിക്കുന്നത് എന്ന് ചോദ്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ചിത്രം വരയ്ക്കുന്നതോടുകൂടെ എക്സിസ്റ്റിംഗ് ലൈനിൽ നിന്നാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ 10+1 വേണ്ട, നമ്മൾ എത്ര പോസ്റ്റ് ഇട്ടാൽ മതി? 10 പോസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ 10 പോസ്റ്റുകളിൽ ഒരു പോസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റേ വയർ, ഡേഞ്ചർ പ്ലേറ്റ്, എർത്തിങ്, MS ചാനൽ, പിൻ ഇൻസുലേറ്റർ ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിനകത്ത് പിൻ ഇൻസുലേറ്റർ മതിയാവില്ല, ഡിസ്ക് ഇൻസുലേറ്റർ വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം. ഇപ്പോൾ പിന്നെ ഒന്ന് കണക്ക് കൂട്ടി വെക്കാം. അതായത് കണ്ടക്ടർ എന്ന് പറയുന്നത് 6, അതിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അതിലെ ഫേസ് വയർ എന്ന് പറയുമ്പോൾ പിന്നെ 1 കിലോമീറ്റർ 1000 × 3 വയർ +4, 3 ഫേസ് ലൈനാണെങ്കിൽ 3040 വരും. ദെൻ അതേപോലെ തന്നെ എർത്ത് വയർ ആകുമ്പോൾ ഒറ്റ വയർ 100 × 1 +2% 1020. ഇതിൽ ന്യൂട്രൽ വയറിൻ്റെ കാര്യമൊന്നും അവിടെ പറയാത്തത് കൊണ്ടാണ് ന്യൂട്രൽ വയറിൻ്റെ ലെന്ത് അവിടെ കണ്ടുപിടിക്കാത്തത്. ന്യൂട്രൽ വയറും എത്ര തന്നെയാണ് വരിക? 1000-ൻ്റെ 3% 4, 1000 × 1 എന്ന് പറഞ്ഞാൽ 1000 × 1 എന്ന് പറഞ്ഞാൽ 1 ആയി, 40 കൂടി ചേരുമ്പോൾ 1040 എർത്ത് വയറിന് 20% സാഗ് ഇട്ടാൽ മതി എന്നുള്ളത് കൊണ്ട് 1020 ഇവിടെ 10 പോളുകളാണുള്ളത്. 4 പോള് കഴിയുമ്പോൾ ഒരു സ്റ്റേ വയർ നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ 3 സെറ്റ് സ്റ്റേ വയർ ആവശ്യമായിരിക്കും. 2 ആക്കാം, എക്സിസ്റ്റിംഗ് പോളുമ്പോൾ 1 ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി.
അടുത്തത് എർത്ത് വയർ സെറ്റാണ്. എർത്ത് വയർ എന്ന് പറഞ്ഞാൽ 5 പോൾ കഴിയുമ്പോൾ 1 മതി, 10 എണ്ണം ആയതുകൊണ്ട് ഒരെണ്ണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പിൻ ഇൻസുലേറ്റർ ആവുമ്പോൾ 4 എണ്ണം വെച്ച് ഒരു പോളിൽ 4 × 9 36. ചോദ്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇൻസുലേറ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് 4 × 9 36. ഇനി 3 × 9 എത്രയോ വേണമെങ്കിലും പറയാം, കാരണം എന്താ 3 വയറല്ലേ വലിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 3 × 9 27 എന്നും പറയാം. ഡിസ്ക് ഇൻസുലേറ്ററുകൾ 2 സൈഡിലും വേണമെന്നുള്ളത് കൊണ്ട് ഈ ഡിസ്ക് ഇൻസുലേറ്റർ എന്താണ് 4 + 4 8ആണ്. ഇനി ക്രോസ് ആമുകൾ ആവശ്യമായിരിക്കും. ക്രോസ് ആമുകൾ 10 ക്രോസ് ആമുകൾ ഓരോന്നിലും വേണ്ടി വരും. ഓരോ പോളിലും 10 അല്ല, ഓരോ പോളിലും 1 വെച്ച് ആകെ 10 ക്രോസ് ആമുകൾ വേണ്ടി വരും. ആ ക്രോസ് ആം പോളുമ്മ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഇൻസുലേറ്ററും ബ്രാക്കലെറ്റും വേണ്ടി വരും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, 11 mm നീളമുള്ള പോളാണ് പറഞ്ഞിരിക്കുന്നത്, 10 എണ്ണം. അടുത്തത് മെറ്റീരിയൽസ് ഫോർ കണക്റ്റിംഗ് എക്സിസ്റ്റിംഗ് 11 kV എന്ന് പറയുന്നതിൽ MS ചാനൽ ക്രോസ് ആമാണ് ഒരെണ്ണം. അതുപോലെ HV ഡിസ്ക് ഇൻസുലേറ്റർ 8 എണ്ണം, 4 + 4. അതുപോലെ തന്നെ 36 അല്ലെങ്കിൽ 36 എണ്ണം HV ഇൻസുലേറ്റേഴ്സ്. സ്റ്റേ വയർ 3 സെറ്റ്. ഇനി ലൈൻ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് പോളിൻ്റെ ക്യാപ്പ് MS 10 എണ്ണം, സ്റ്റോൺ ബെഡ് പോള് 10 എണ്ണം, MS ക്രോസ് ആം 10 എണ്ണം, ക്രോസ് ആമിൻ്റെ ക്ലാമ്പ് 10 എണ്ണം, പിൻ ഇൻസുലേറ്റേഴ്സ് 36 എണ്ണം. 30 എണ്ണമാണ് പിൻ 36 എണ്ണം. അടുത്ത നമ്പർ ഓഫ് പ്ലേറ്റ് ഡേഞ്ചർ പ്ലേറ്റുകൾ ഓരോന്നിലൊന്ന് വെച്ച് 10 എണ്ണം. നമ്മുടെ ഫേസ് കണ്ടക്ടർ മാത്രമാണ് തന്നിട്ടുള്ളത് 3040 മീറ്റർ. 3000 എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററോളം പൈപ്പ് വയർ എന്ത് വേണ്ടി വരും, ഫേസ് ലൈൻ വേണ്ടി വരും. GI എർത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ വയർ എന്ത് ചെയ്യണം, ഒറ്റ ലൈനല്ലേ, അപ്പോൾ 10 20. അതുപോലെ തന്നെ മെറ്റീരിയൽ ഫോർ പ്ലേറ്റ് എർത്തിങ്ങിന് വേണ്ടിയിട്ട് 60 × 60 × 3.6 mm തിക്നെസ് ഉള്ള ഈ 2 മീൻസ് എത്ര മീറ്റർ വേണ്ടി വരും, മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, ആ പ്ലേറ്റ് ആണല്ലോ, പ്ലേറ്റിൻ്റെ 2 എണ്ണം. കാരണം എർത്ത് വയർ സെറ്റ് എത്ര എണ്ണം ഉള്ളത്, 2 എണ്ണം. അതുപോലെ 3 സെറ്റിന് വേണ്ടിയിട്ട് ഓരോ സെറ്റിലും 2 എണ്ണം. GI പൈപ്പ് 15 ഡയമീറ്റർ ക്ലോസ് 24 മീറ്റർ. ഈ 15 മീറ്റർ ഡയമീറ്ററുള്ള വാട്ടറിങ്ങിന് വേണ്ടി 14 മീറ്റർ. ചാർക്കോൾ, സാൾട്ട്, ഫണൽ, സിമൻറ്റ്, ലേബർ കോസ്റ്റ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല, കാരണം കോസ്റ്റ് പറയാത്തത് കൊണ്ടാണ്. ഇതിൽ 3 സെറ്റ് പ്ലേറ്റ് എർത്തിങ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ 5 കഴിയുമ്പോഴും 1 വെച്ച് 10 എണ്ണമാണെങ്കിൽ 2 എണ്ണം മതി. ഓക്കെ, അത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെയും കൂടി എർത്ത്, അതായത് സ്റ്റാർട്ടിങ് എക്സിസ്റ്റിംഗ് പോളിനെ ആദ്യം തന്നെ സെറ്റ് എർത്ത് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിനെ എർത്ത് ചെയ്തുകൊണ്ട്. അപ്പോൾ 11 ആയില്ലേ, അതുകൊണ്ടാണ് 3 സെറ്റ് എന്ന് പറയാനുള്ള കാരണം. ഇനിയുള്ളത് ഒരു സബ്സ്റ്റേഷൻ, അതായത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കണമെന്നില്ല, എന്നാലും 2 പോളും ആ പോളിൻ്റെ ഒരു ഭാഗം എർത്ത് ചെയ്തിട്ടും അതിൻ്റെ ട്രാൻസ്ഫോമർ പോളുമ്മ ഇരിക്കുന്നതായിട്ടും, അതായത് 2 ക്രോസ് ആമുമ്മ ഇരിക്കുന്നതായിട്ടും, ക്രോസ് ആമിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ഫ്യൂസ് ഉള്ളതായിട്ടും, LT ബോക്സ് ഉള്ളതായിട്ടും, മുകളിൽ HV ലൈൻ, അതായത് 11 kV ലൈൻ വരുന്നതായിട്ടും, DO ഫ്യൂസ്, അതിനാണ് ഓപ്പൺ ഫ്യൂസ് എന്ന് വിളിച്ചത്, അതുപോലെ AB സ്വിച്ച് ഉള്ളതായിട്ടും കാണിക്കൽ നിർബന്ധമാണ്. ഇനി അതിൻ്റെ മെറ്റീരിയൽസാണ് കാണിക്കാനുള്ളത്. ആദ്യം തന്നെ ട്രാൻസ്ഫോമർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 50 kVൻ്റെ 11.4 kVA ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ 50 ഹെർട്സ് ഒരെണ്ണം. PSEC പോള് 10 മീറ്റർ 2 എണ്ണം. MS-ൻ്റെ ക്രോസ് ആംസ് എഴുതിയത് കാണാതെ പഠിക്കുക. 100 × 50 മീറ്റർ × 8 2 എണ്ണം.
പിന്നെ ആംഗുലർ അയൺ ഫ്ലെയിം, ഐ ബോൾട്ട്, സ്റ്റേ സെറ്റ് 3 പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 11 kV ഡിസ്ക് 3, 11 kVയിൽ പിന്നെ പിൻ ഇൻസുലേറ്റർ 3, ബെൻഡിങ് വയർ 1 കിലോ, നമ്പർ പ്ലേറ്റ് 1, ഡേഞ്ചർ പ്ലേറ്റ് 1, ഫ്യൂസിൻ്റെ ഒരു സെറ്റ് 3, അതുപോലെ ഫ്ലാറ്റ് ട്രാൻസ്ഫോമർ ബെൻഡ് ചെയ്യാൻ, ദെൻ ഡിസ്ക് ഇൻസുലേറ്റർ 3, HV കണക്ഷനിലാണ്. അതുപോലെ സ്റ്റേ സെറ്റ് 3, അതുപോലെ ബെൻഡിങ് വയർ 1 കിലോ, പിന്നെ ഒരു CSR കണ്ടക്ടർ, അതായത് OH ലൈനിൽ നിന്ന് ട്രാൻസ്ഫോമർ വരെ, അതേപോലെ തന്നെ എർത്ത് വയർ 8 SWG 52 മീറ്ററൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. RSൻ്റെ ഒരു ജോയിൻറ്റ്, ലൈറ്റ്നിങ് അറസ്റ്റർ 3, അതേപോലെ AB സ്വിച്ചിന് വേണ്ടിയിട്ട്, AB സ്വിച്ച് അറിയാമല്ലോ അല്ലേ, 11 kV ഗ്യാങ് ഓപ്പറേറ്റിംഗ് എയർ ബ്രേക്കറാണ്, ട്രിപ്പിൾ പോൾ സ്വിച്ച്, 25 mm ഡയമീറ്റർ, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, ഓപ്പറേറ്റിംഗ് ആൻഡ് ഹാൻഡിൽ 1 സെറ്റ്, HV ലൈറ്റ്നിങ് അറസ്റ്റർ 3, 11 kV ഹോൺ ഗ്യാപ്പ് ഫ്യൂസ് കണ്ടിട്ടുണ്ടാവും 1 സെറ്റ്, 3 വെച്ച്, ക്രോസ് ആം, GI ക്ലാമ്പ്, എർത്തിങ് ട്രാൻസ്ഫോമർ, LT OCB, കാരണം 50 kV ആണ് പറഞ്ഞിട്ടുള്ളത് 3, സ്വിച്ച് ഗിയറിൻ്റെ റൂം 6x6, അതുപോലെ 11 kV 3 കോർ HT കേബിൾ 30 മീറ്റർ, 11 kV പാനൽ, VAR കേബിൾ കോറ്, LT OCB 1600 ആംപിയർ വിത്ത് മീറ്റർ, CTPT 1, ദെൻ എന്താണ് പറയുക, LT ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ICTPN, പിന്നെ റീവയറബിൾ ഫ്യൂസ്, ബാർബഡ് വയർ, നെറ്റ് ബോൾട്ട്, സിമൻറ്റ്, സാൻഡിൽ, റെഡ് ട്രിപ്പിൾ. ഇതിലൊക്കെ എണ്ണം എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ട്രാൻസ്ഫോമർ 1, പോളുകൾ 2 ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നിർത്തിയാൽ ബാക്കി കാര്യങ്ങളിലൊന്നും അവരടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിന് വലിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുകയും ചെയ്യാം, എഴുതുകയും ചെയ്യേണ്ടതാണ്.